മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സദഖ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താ? നിനക്ക് തന്നെ നേട്ടം. നിന്റെ രോഗം മാറും, നിനക്ക് വരാനിരിക്കുന്ന അപകടം മാറും, നിനക്ക് വരാനിരിക്കുന്ന വിപത്തു മാറും. അല്ലാഹു ആലം. പടച്ചോനെ, അല്ലാഹു നമുക്ക് വരാനിരിക്കുന്ന, ഇന്നലെ വാദിന് പോയ സ്ഥലത്ത് ഒരു മകൻ വന്നിട്ട് പറയുന്നു, ഉസ്താദേ എൻ്റെ വാപ്പായിക്ക് ക്യാൻസറാ, 28 കീമോ ചെയ്തു ഉസ്താദേ എൻ്റെ വാപ്പായിക്ക്. അല്ലാഹു അലാ, ഉപ്പായിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം മാരകമായ രോഗങ്ങളാ. അതുകൊണ്ട് സദക്ക കൊടുക്കടോ. നേട്ടമെന്താ? നിനക്ക് വരാനിരിക്കുന്ന അപകടം, നിനക്ക് വരാനിരിക്കുന്ന ദുരന്തം, നിനക്ക് വരാനിരിക്കുന്ന മാരകമായ രോഗം, ഇതൊക്കെ ഈ കൊടുക്കുന്ന സദക്ക തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാ ഒരു മദ്രസ പണിയാൻ? നിങ്ങളുടെ നാട്ടിൽ ഇൽമു പഠിക്കുന്ന ഒരു മദ്രസ പണിയാൻ, അൽഹംദുലില്ലാഹ്, അതിനു വേണ്ടിയാണ്. മോനെ, മസിൽ പിടിച്ചിരിക്കണ്ട, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുകയാണ്. ഈ സഹോദരൻ ബക്കറ്റുമായി നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ നീ ആലോചിക്കണം, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുകയാണ്. എന്തിനാണ് നീ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും ഇട്ടാ ആ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാ നീ കൊടുത്തതിൽ പങ്ക് ഇവൻ കൊടുത്തു റബ്ബേ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഒരു മലക്ക് ദുആ ചെയ്താൽ ഈ ലോകത്തുള്ള സർവരും രക്ഷപ്പെടുമടോ. അങ്ങനെയുള്ള മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്ന് നിനക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. പൈസ വെച്ചിട്ട് മസിര് പിടിച്ച് കാണാത്തവനെ പോലെ ഇരുന്ന മലക്ക് പറയുന്നു, അല്ലാ ഇവൻ പിടിച്ചു വെച്ചു റബ്ബേ, നീ ഇവനെ സമ്പത്ത് കൊടുത്തിട്ടും ഇവനെ പിടിച്ചു വെച്ചു റബ്ബേ, ഇതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. ഞെരുക്കമാകുമടോ, പ്രയാസമാകുമടോ, സർവ്വതും നഷ്ടപ്പെടുമടോ, ബറക്കത്ത് നഷ്ടപ്പെടുമടോ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണമല്ലാ, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, മാരക രോഗങ്ങളെ തൊട്ട്, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ എന്ന നീയത്തോടെ ഒരു സദക്ക കൊടുക്കൂ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അതുകൊണ്ട് നബിതങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നബിതങ്ങൾക്ക് പരിചയമുള്ള, നബിതങ്ങൾ തിരിച്ചു സ്നേഹിക്കുന്ന ആ അടിമയുടെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, അവന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? പെങ്ങളെ, നബിതങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്ന ആ പെണ്ണിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവളുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്തുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, അവിടുത്തെ സുന്നത്തുകൾ ഉണ്ടല്ലോ. നബിതങ്ങളുടെ ജീവിതമാണ് സുന്നത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? പടച്ചറബ്ബേ, പലരും സുന്നത്തെന്ന് പറഞ്ഞ് നിസാരമാക്കുകയാ. സുന്നത്തല്ലേ ഉസ്താദ്, സുന്നത്തല്ലേ ഉസ്താദ്. അല്ലടാ ചെറുപ്പക്കാരാ, നിനക്ക് നിസാരമാക്കാനുള്ളതല്ല, നിനക്ക് നിസാരമാക്കാനുള്ളതല്ല. നബിതങ്ങൾ പറഞ്ഞല്ലോ, എന്റെ സുന്നത്തിനെ നിസാരമാക്കുന്നവന് വലൈസ മിന്നീ, അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. നബിതങ്ങൾ പറഞ്ഞല്ലോ, സാധാരണയല്ല എന്റെ സുന്നത്ത്. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ, അറിയുമോ ചെറുപ്പക്കാരാ, നബിതങ്ങളുടെ സുന്നത്താണ് താടി വളർത്തുന്നത്, തൊപ്പി ധരിക്കുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, ഫർദയിടുന്നത്. പെങ്ങളെ, എല്ലാ നബിതങ്ങളുടെ സുന്നത്താണ്. നബിതങ്ങൾ പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ലടോ.
എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പഞ്ചായത്ത് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് വീട് ഭരിക്കേണ്ടത്, പടച്ചവനെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഏത് കൈകൊണ്ടാണ്, എന്ത് പറഞ്ഞിട്ടാണ്, എങ്ങനെ ഇരുന്നിട്ടാണ്, എവിടെ നിന്നാണ്, പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം, കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, മോനെ ബാത്റൂമിനകത്ത് കയറുമ്പോ ഏത് കാല് വെച്ച് കയറണം, എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, എങ്ങനെ ഇരിക്കണം, എന്തൊക്കെ പറയാ പാടില്ല, എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഏത് കാല് വെച്ചിറങ്ങണം, എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം. രാജ്യം ഭരിക്കുന്നത് മുതൽ ടോയ്ലറ്റിൽ കയറി ഇറങ്ങുന്നത് വരെ നബിതങ്ങളെ തന്റെ 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു തന്നല്ലോ. അവിടത്തെ സുന്നത്ത് നിസാരമല്ല, നിനക്കൊക്കെ കളിക്കാനുള്ളതല്ല, അതിന്റെ മഹത്വം നിനക്കറിയാനിട്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സ്വഹാബത്തിനൊരു കാലഘട്ടം, സ്വഹാബ എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും. അന്ന് ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ചെയ്താൽ എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 100 ഷഹീദിന്റെ കൂലിയാ, 100 ഷഹീദിന്റെ കൂലിയാ. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ കയ്യും കാലും തലയും തലച്ചോറും കരളും വരെ കൊടുത്ത സ്വഹാബി മഹാനായ ഹുബൈബ് തങ്ങളോ, മഹാനായ മുസ്അബ് തങ്ങളോ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് തങ്ങളോ, ജൗഫർ തങ്ങളോ, പടച്ചവനെ പ്രവാചകന്റെ സ്വഹാബത്ത് രക്തസാക്ഷികളായ സ്വഹാബികളുണ്ടല്ലോ. ഒരു സ്വഹാബിയുടെ മഹത്വമല്ല, ഒരു സഹാബിയുടെ പ്രതിഫലമല്ല, ഒരു ശുഹദാഇന്റെ പ്രതിഫലമല്ല, 100 ശുഹദാഇന്റെ കൂലി കിട്ടുമടോ. നബിതങ്ങളുടെ ഒരു സുന്നത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്താൽ അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും, അന്ന് ആരെങ്കിലും തലയിൽ തൊപ്പി വെച്ച അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബിഗിന റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിഗിന റസൂലുള്ളാഹി. സുന്നത്തെന്ന് പറഞ്ഞാൽ അതാ, അല്ലാതെ തട്ടാനുള്ളതല്ല. സുന്നത്തല്ലേ ഉസ്താദെ, സുന്നത്തല്ലേ ഉസ്താദെ, അല്ല ചങ്ങാതി, സുന്നത്തിന് മഹത്വമുണ്ട്. നബിതങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്തുണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഓരോരുത്തരും ചിന്തിക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സുന്നത്ത് ഏതാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഏത് സുന്നത്താ നീ മുറുകെ പിടിക്കുന്നത്? ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയണില്ല, അത് എപ്പോഴെങ്കിലൊക്കെ ചെയ്യും അല്ലെ. തലയിൽ തൊപ്പിയിടും, ഒന്നീ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ വയലിന് വരണം, അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് പുതിയ അപ്പം തലയിൽ തുടയും, അത്രയേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരതായിരിക്കുന്നു, വയലിന് വരുമ്പോൾ ഇടും, കല്യാണത്തിന് പോകുമ്പോൾ കാണണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏത് സുന്നത്താ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? സുഖമല്ലേ? അതന്നെ. സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആന്നാ പറയുന്നത്. അതിനെന്തർത്ഥവാ ചങ്ങാതി? മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലിരിക്കുമ്പോൾ ഒരു സഹാബി പള്ളി കയറി വന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, ഹബീബെ നിനക്ക് സുഖമാണോ? ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ റാഹത്ത്, സുഖമാണ് നബി, അൽഹംദുലില്ലാ. ഈ മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിലേക്ക് കയറി വന്നു. ആ സഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? അതേ ചോദ്യം. സുഖമാണ് നബിയെ. ഇതുപോലെ മറുപടി, സുഖമാണ് നബിയെ, ഖൈർ, റാഹത്ത്. ഇപ്പം നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ സഹാബി ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്താ ബർക്കത്തില്ലേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്,
നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? എങ്ങനെ കാക്കാമാരെ, സുഖമാണോ? അപ്പൊ എല്ലാത്തിനും അറിയാം, അതാ പറയണ്ടേ. എല്ലാവർക്കും അറിയാം സുഖമാണെന്ന് വെച്ചാൽ അൽഹംദുലില്ലാ എന്നാ പറയണ്ടേന്ന് അറിയാം, പക്ഷെ പറയത്തില്ല. കാരണം അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി പറ, സുഖമാണോ? സുഖമാണോ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? മക്കളൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ? അൽഹംദുലില്ലാ. ഇതങ്ങ് പറഞ്ഞാൽ മതി, രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഇങ്ങ് വാ, ഇനി വന്ന എല്ലാവരും വാ, കാണട്ടെ. ഇങ്ങനെ അടുത്തിരുന്ന വാ, ഇങ്ങനെ ഇറങ്ങി അവിടെ ഇരിക്കണം. എല്ലാം ഇങ്ങനെ വാ, പെണ്ണുങ്ങൾ അവിടെ ഇരിക്കണം. ഇങ്ങനെ ഇറങ്ങി നേരെ ഇരുടെ കസേരയും കൊണ്ടെല്ലാം അടുപ്പിച്ചിട്ട കസേര. ഈ ചങ്ങായിമാരെല്ലാം കസേര എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. എനിക്ക് കഴുത്തിന് വേന എടുക്കും. നിങ്ങളെ നോക്കി ഇപ്പുറത്ത് കയറിക്കോ, ഇപ്പുറത്ത് ചാടിക്കോ, കിറേ അടിക്കോ. നിങ്ങളൊക്കെ ഇങ്ങനെ താഴെ ഇറങ്ങിക്കോ. അക്കരെ കയറിന്നിട്ടൊരു കാര്യമില്ല, സ്ഥലം കിടക്കുന്ന ഇവിടെ. ഇങ്ങോട്ട് കയറി സുല്ല. എല്ലാവരും കയറി അൽഹംദുലില്ലാ. എനിക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴുത്ത് വയ്യോട്ടോ ചങ്ങായിമാരെ. ആകെ ഒരു കഴുത്തല്ലേ ഉള്ളൂ. എല്ലാം അപ്പുറത്ത് വാ. അർഷൻ്റെ കുറച്ച് പേരങ്ങ് ബാൽക്കണി കയറിക്കോ. ഇരുന്നോ ഉള്ള കസേരയിൽ ഇരുന്നോളി. അൽഹംദുലില്ലാ. ഇപ്പുറത്തോത്തിരുന്നോ, താഴെ ഇറങ്ങട ചങ്ങായി. ഇവിടെ നീങ്ങിയിരുന്നോ എല്ലാവരും. നിങ്ങളൊക്കെ കസേര ഇഷ്ടം പോലെ ഉണ്ട്, കയറിക്കോ. അൽഹംദുലില്ലാ. താത്താമാരൊക്കെ അടുത്തടുത്തിരുന്നോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, സഹായിക്കുന്നവരൊക്കെ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥലമൊക്കെ ചെയ്തു കൊടുത്തവരൊക്കെ അൽഹംദുലില്ലാ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്ഥലത്താണ്. പടച്ചോനെ, ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു സൗഹാർദ്ദം നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സൗഹാർദ്ദം നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ആരാണ് പറഞ്ഞത് പ്രതിഫലമില്ലെന്ന്? ആരാ പറഞ്ഞത്? പെങ്ങളെ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ പറയാ പഠിച്ചല്ലോ. ഇത് നിലനിർത്തുവാപ്പാ, ഇത് നിലനിർത്തു പെങ്ങളെ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ഭയം നഷ്ടപ്പെടുകയാണ്, നിന്റെ പേടി പോകുന്നത്. നിനക്കെല്ലാവരെയും പേടിയാ, നിനക്കെല്ലാവരെയും പേടിയാ. എങ്കിലും നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എല്ലാവരെയും പേടിക്കുന്ന സ്വഭാവം അങ്ങ് പോവുകയാണ്. നിനക്കൊരാളെയേ പേടിയുള്ളൂ. ഈ ലോകത്ത് നീ ഒരാളെ ഭയപ്പെടുന്നുള്ളൂ. അതാരെയെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ മാത്രമേ നീ ഭയപ്പെടുത്തൂ. വേറെ ആരെയും നിനക്ക് പേടിയില്ല. ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനെയും നിനക്ക് പേടിയില്ല. അല്ലാഹനെ മാത്രം നീ ഭയപ്പെടുകയാണ്. നിനക്ക് അല്ലാഹു ധൈര്യം തരികയാണ്. നിന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. നിന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഈമാൻ ഉറയ്ക്കുന്ന ചെറുപ്പക്കാരാ, പടച്ചവനെ ഔലിയാക്കന്മാരുടെ ഖബറിന് പോകുമ്പോ, മഖാമുകളിൽ കടന്നു ചെല്ലുമ്പോ എഴുതി വച്ചിരിക്കുന്ന ഒരായത്ത് കാണാ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരാരാണെന്നറിയുമോ? നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവരാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവർ. അവരുടെ ഗുണമാ അവർക്ക് അല്ലാഹനെയല്ലാതെ ആരെയും പേടിയില്ല. പടച്ചവനെ, വല്ലാത്ത ഒരു ധൈര്യം അല്ലാഹു തരികയാണ്. നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന നബിയുടെ ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പ
ചെറുപ്പക്കാർ നിബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവനാണ് ഈ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ. അല്ലാഹുവേ, യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാ. യൂറോപ്പിന്റെ ഭരണാധികാരികളുടെ കൊട്ടാരത്തിനകത്ത് കടന്നു പോവുകയാണ്. ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. എല്ലാ രാജ്യത്ത് നിന്ന് നേതാക്കന്മാര് വന്നിട്ടുണ്ട്. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, എല്ലാവരും കഴിക്കാനിരുന്നു. ആമിർ കൈകഴുകി ഭക്ഷണ തലികയുടെ മുമ്പിൽ വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആമിർ റളിയല്ലാഹു തആല അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ആമിർ അവിടുന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ആമിർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ഇരിക്കുന്നത് രാജാക്കന്മാരുടെ നടുവിലാണ്, വലിയ വലിയ നേതാക്കന്മാരുടെ കൂടെയാണ്. എല്ലാവരും നോക്കുമ്പോ ആമിർ തങ്ങൾ താഴെ വീണ ഭക്ഷണം വാരുകയാണ്. എന്നിട്ടത് പാത്രത്തിനകത്തിട്ടിട്ട് വാരി കഴിക്കുമ്പോ അതാ രാജാവ് പറയുകയാ, എന്തിനാടാ എച്ചിലുവാരി തിന്നുന്നത്?